ഇതുമായിട്ടൊക്കെ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. വേറെ ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലോ. ചോദിച്ചപ്പോൾ കിട്ടിയല്ല, നിങ്ങൾക്ക് മാസപ്പടിയൊക്കെ ചോദിച്ചപ്പോൾ കിട്ടിയല്ല. ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയതെന്ന് താങ്കളുടെ മകളുടെ കമ്പനിയുടെ പേരിൽ SFIയുടെ അന്വേഷണം നടക്കുക. ഈ കാലഘട്ടത്തിലൊന്നും CM വാർത്താസമ്മേളനം നടത്താത്തതുകൊണ്ടാണ് നമുക്കത് ചോദിക്കാൻ പറ്റാതിരുന്നത്. എന്താണ് CM അതിൽ പറയാനുള്ളത്? അന്വേഷണം നടക്കട്ടെ, വരട്ടെ വിവരങ്ങൾ, നേരം കിട്ടൂല്ലോ വിവരങ്ങൾ കേട്ടാ. അങ്ങനെ മാസപ്പടി വാങ്ങിയതല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അന്വേഷണം നടക്കട്ടെ, വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. താങ്കൾക്ക് അതിലൊരു ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. കേട്ടില്ലേ? നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന കരാറുണ്ടോ? ആ ശരി, എന്നാ അത് മതി, അത് മതി. CMന്റെ മകളുടെ കമ്പനിയാണല്ലോ, അപ്പൊ CMന് അതിനകത്തൊരു നിലപാടുണ്ട്. ഇപ്പോ പ്രതിപക്ഷ നേതാവിന്റെ ബന്ധുവിനെതിരെയാണെങ്കിൽ CM പറയുമല്ലോ കൃത്യമായിട്ട്. അത് വരട്ടെ, അന്നേരം പറയാം. ഇപ്പൊ എനിക്ക് ഇതാണ് പറയാനുള്ളത്. അതില് LDF ആണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ പോകുന്നത്. 2020 നമ്മളൊക്കെ ഈ കയ്യിൽ നിന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എത്ര ഇതായിട്ടാണ്, സൗമ്യമായിട്ടാണ് എല്ലാ ചോദ്യത്തിനും മറുപടി പറയണത്. എത്ര സ്നേഹത്തിലാണ് പറയണത്. ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ കൈരളിയുടെ റിപ്പോർട്ടറിനോട് ഇയാൾക്ക് ചെവി കേൾക്കില്ലെന്ന് ഞാൻ ചോദിച്ചില്ല. ഞങ്ങൾ ആരും ചോദിക്കില്ല, ചോദിക്കാൻ പാടില്ല. ഞങ്ങളങ്ങനെ മാധ്യമപ്രവർത്തകരെ അങ്ങനെ അവഹേളിച്ച ഞങ്ങളത് സമ്മതിക്കില്ല. ബഹുമാനത്തിലേ സംസാരിക്കുകയുള്ളൂ. അവർ ചോദിക്കണ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയും, അത് വേറെ കാര്യം. പക്ഷെ മാധ്യമപ്രവർത്തകരോട് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ ചെവിട് കേൾക്കില്ലേ തനിക്ക് എന്ന് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അസഹിഷ്ണുതയുടെ പര്യായമാണ് ഈ മുഖ്യമന്ത്രി. പിന്നെ ആരെന്ത് പറഞ്ഞാലും എമ്മാതിരി വർത്തമാനം പറയരുത്. എന്താ മുഖ്യമന്ത്രി ഇത്ര ദേശീയതയായിട്ട് പൊട്ടിത്തെറിക്കുകയാണല്ലോ എല്ലാവരോടും. എന്താ ഇത്രമാത്രം അസഹിഷ്ണുത? മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന സംസ്ഥാനത്ത് ഒരു കാരണവശാലും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു അഭിപ്രായത്തോട് അല്ലെങ്കിൽ ആ സർക്കാരിനോടൊപ്പം അല്ല, അതിൽ പ്രസക്തിയില്ല. ഒരു കേന്ദ്ര നിയമം പാർലമെന്റ് പാസ്സാക്കിയാൽ ഒരു സംസ്ഥാനം അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. അതെങ്ങനെ നിലനിൽക്കുന്നത്? ഞങ്ങൾക്കല്ല അത് സംബന്ധിച്ചുള്ള നിയമപരമായ ബോധ്യമുള്ള ആളുകളാണ്. ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകനാണ്. ഞാൻ മുഖ്യമന്ത്രി ഈ അബദ്ധം പറയുമ്പോൾ അത് ശരിയാണെന്ന് നിന്ന് ഏറ്റു പറയാമോ? ഞാൻ പറയാം. ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പ്രതിപക്ഷം ഒപ്പം നിൽക്കുമെന്നാണ്. അതെന്തിനാ? മുഖ്യമന്ത്രിയുടെ കൂടെ എന്തായാലും ഇല്ല. ഞങ്ങൾ CPMന്റെ കൂടെ ഒരു പ്രതിഷേധത്തിലും ഇല്ല. ഞങ്ങൾക്ക് പ്രതിഷേധം തന്നെത്താൻ നടത്താനുള്ള കപ്പാസിറ്റിയുള്ള പാർട്ടിയും മുന്നണിയാണ് ഞങ്ങളുടെ മുന്നണിയാണല്ലോ. UDF ആണല്ലോ കേരളത്തിലെ ആദ്യത്തെ പ്രതിഷേധം നടത്തിയത്, കേരളം മുഴുവൻ പ്രതിഷേധം നടത്തിയത്, ഇതിനെതിരായി പ്രതിഷേധിച്ചത്. 2019 ഒരു സംയുക്ത പ്രക്ഷോഭത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോഴും നിങ്ങൾ അതിന്റെ കൂടെ നിന്നില്ല എന്നായിരുന്നു മറ്റൊരു വിമർശനം മുഖ്യമന്ത്രി. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെയും CPMന്റെ കൂടെ ഒരു സംയുക്ത പ്രക്ഷോഭത്തിനുമില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ നിയമസഭയിൽ ഇത് പാസ്സാക്കാൻ ഒരുമിച്ച് നിന്നു. ഒരുമിച്ച് നിയമസഭ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രമേയത്തെ ഗവർണർ തള്ളിപ്പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഒരു പ്രമേയം കൊണ്ടുവന്നു. കാരണം നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തെ ഗവർണർ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ഗവർണറെ മടക്കി വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിന് അനുമതി തന്നില്ലല്ലോ. അന്ന് ഗവർണറുടെ കൂടെയായിരുന്നേ. അന്ന് ഗവർണറുടെ കൂടെയായിരുന്നു അന്നുണ്ടായിരുന്നത് ഗവർണറുടെ കൂടെ. ഇത് എൻ്റെ കയ്യിലുണ്ടത്. 25/1/2020 രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് കൊടുത്ത ഇതാണ്. അതുകൊണ്ട് കേരള നിയമസഭയുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും പൊതുവികാരത്തിനെതിരായി പരസ്യ നിലപാട് സ്വീകരിക്കുന്ന കേരള ഗവർണറെ അടിയന്തരമായി മടക്കി വിളിക്കണമെന്ന് രാഷ്ട്രപതിയോട് അഭ്യർത്ഥിക്കുന്ന കാര്യം ഈ സഭ ചർച്ച ചെയ്യണം. അദ്ദേഹം കൊണ്ടുവന്ന പ്രമേയമാണ്. നിയമസഭാ ചട്ടപ്രകാരം റൂൾ 30 അനുസരിച്ച് കൊണ്ടുവന്ന പ്രമേയമാണ്. സ്പീക്കർ അനുമതി നൽകിയില്ല. അന്ന് ഗവൺമെൻറ്റാണല്ലോ സമ്മതിക്കാത്തത്. അന്ന് ഗവർണർ ഒക്കച്ചങ്ങാതിമാരായിരുന്നു, മുഖ്യമന്ത്രിയും ഗവർണറും. അതുകൊണ്ട് ഗവർണറുടെ കൂടെ നിന്ന് ഞങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് ആദ്യം മുതലേ ഇതിനകത്ത് എടുക്കുന്നത്. അല്ലാതെ പാർലമെൻറ്റിൽ ചൂടേറിയ ഡിബേറ്റ് നടന്നു എന്നാണ്. ചൂടേറിയ ഡിബേറ്റ് CPMന്റെ 2 MP നടത്തിയത്. ചൂടേറിയ ഡിബേറ്റ് നടത്തിയത് ഞങ്ങളല്ല നടത്തിയത്. ചൂടേറിയ ഡിബേറ്റ് പാർലമെൻറ്റിൽ നടത്തിയത്. എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കും, ലിങ്കെല്ലാം അയച്ചു കൊടുക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്ര മോശമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതൊന്നും കാണാത്ത കേൾക്കാത്ത ഓഫീസാണെന്ന്.